പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി. ഇത് ഞാൻ പറഞ്ഞതല്ല, കേന്ദ്ര സർക്കാരിന്റെ വീഴ്ച തുറന്നു സമ്മതിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതാണ്. ഇപ്പൊ ഈ വീഡിയോയിൽ കേട്ടത് പഹൽഗാമിൽ മരണപ്പെട്ട വ്യോമസേന ഉദ്യോഗസ്ഥന്റെ സഹോദരിയുടെ കരച്ചിലാണ്. 1.5 മണിക്കൂറോളം ആ വ്യോമസേന ഉദ്യോഗസ്ഥൻ അവിടെ വെടികൊണ്ട് കിടന്നു. രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പഹൽഗാം ഒരു പ്രധാന ടൂറിസ്റ്റ് സ്ഥലവും അമർനാഥ് യാത്രയുടെ ക്യാമ്പുള്ള സ്ഥലവുമാണ്. മുമ്പ് ഇവിടെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാശ്മീരിൽ ഏകദേശം 7 ലക്ഷം സുരക്ഷാ പ്രവർത്തകരുണ്ട്. 10 പേർക്ക് ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ. ഈ ആക്രമണം നടന്ന അന്ന് 2000 ടൂറിസ്റ്റുകളോളം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പട്ടാളക്കാരൻ പോലും അവരുടെ രക്ഷയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ഏറ്റവും അടുത്ത പട്ടാള യൂണിറ്റ് 10-11 കിലോമീറ്റർ അകലെയായിരുന്നു. ഇത് വലിയൊരു സുരക്ഷാ തകരാറായി തന്നെയാണ് കാണാൻ പറ്റുന്നത്. ആർമിക്ക് സ്ഥലത്തേക്ക് എത്താൻ 90 മിനിറ്റ് സമയമെടുത്തു. ആക്രമണം നടന്ന 5 മിനിറ്റിനുള്ളിൽ CRPF-നും പോലീസിനും വിവരം കിട്ടി. അവർ വേഗം വന്നു. പക്ഷേ 3-4 കിലോമീറ്റർ ഉള്ളപ്പോൾ അവരുടെ വാഹനം ചെളിയിൽ കുടുങ്ങി. ബാക്കി 5 കിലോമീറ്റർ അവർ കാൽനടയായി ഓടി. ഇത്രയും സമയമെടുത്തത് മരണത്തോട് മല്ലടിച്ച പല ജീവനുകളും മരണത്തിന് കീഴടങ്ങാൻ കാരണമായി. Okay, don't worry. You okay? You need a water, sir? Huh? Okay, first you give the hands water, drop of water. Take a drop of water, sir, please. എന്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് മെഡിക്കൽ സഹായം എത്തിക്കാൻ കാശ്മീർ പോലെയുള്ള സ്ഥലത്ത് ഇത്രയും വൈകുന്നത്? ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നുള്ള വിവരം ഇതിനു മുമ്പേ തന്നെ കിട്ടി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിവ്. 2024 സെപ്റ്റംബർ 30 പ്രസിദ്ധീകരിച്ച ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ ചാവേർ ആക്രമണ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് 2 യുവാക്കൾ കാശ്മീരിലേക്ക് എത്തിയതായും അറിഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനൊരു ആക്രമണ സാധ്യത ഉണ്ടെന്ന് അറിവ് കിട്ടിയിട്ടും IB, CRPF, ആർമി എന്നിവർ തമ്മിൽ ഒരു ഏകോപനവും ഉണ്ടായില്ല. ഇതെങ്ങനെ സംഭവിച്ചു? പഹൽഗാമിൽ പോയിട്ടുള്ളവർക്ക് എല്ലാം അറിയാം. ഓരോ 200 മീറ്ററിലും ആർമീനെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും സെക്യൂരിറ്റി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഈ ആക്രമണം നടക്കുന്ന അന്ന് എന്തുകൊണ്ട് ആർമി ഉണ്ടായിരുന്നില്ല? ഈ തീവ്രവാദികൾ ഈ വെടിവെപ്പ് കഴിഞ്ഞിട്ട് എവിടേക്ക് പോയി?